വീട്ടിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇന്നലെ, അതായത് ജനുവരി 19 ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണെന്നും പറഞ്ഞ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേര് ഇതുവരെ കമൻ്റ് ഇട്ടിട്ടില്ലാത്തവർ പോലും അതിൽ എന്നെ വിഷ് ചെയ്ത് കമൻ്റ് ഇട്ടു. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ എൻ്റെ ജന്മദിനമാണെന്നോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നോ എന്നും പറഞ്ഞ് ഒരു വീഡിയോയോ പോസ്റ്റോ ഒന്നും ഇട്ടിട്ടില്ല. ഇനി അങ്ങനെ ഇടുമോ എന്നും അറിയില്ല. എന്തായാലും ആ പോസ്റ്റിൽ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ കരിക്കിൻ വെള്ളത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതാണോ വലിയ ആനക്കാര്യം, അങ്ങനെ ഒന്നും പറഞ്ഞ് തള്ളിക്കളയല്ലേ. നമ്മളൊക്കെ ഇത് കുടിക്കാറുണ്ട്. നാട്ടിലുള്ളവർക്ക് നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്ന ഒരു സാധനമാണിത്. പക്ഷേ ഇതിൻ്റെ ഗുണം അറിയാത്തത് കൊണ്ടാണോ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അധികമാരും ഇതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു കരിക്കിന് 50 രൂപ മുതൽ മുകളിലോട്ടാണ് വില. അപ്പോൾ ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ഇനി മുതൽ ആരും ഈ കരിക്കിനെ നിസ്സാരമായി കാണില്ല എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ പ്രകൃതിയിൽ നിന്നൊരു മായവും കലർപ്പും ഇല്ലാതെ ലഭിക്കുന്ന, ഇനി അല്പം കാവ്യാത്മകമായിട്ടൊക്കെ പറഞ്ഞാൽ പ്രകൃതി കനിഞ്ഞു നൽകിയ വെള്ളമാണ് കരിക്കിൻ വെള്ളം. ഇത് കുടിക്കുന്നതിലൂടെ ആരോഗ്യം മാത്രമല്ല സൗന്ദര്യവും വർദ്ധിപ്പിക്കാൻ കഴിയും. ധാരാളം ആൻറ്റി ഓക്സിഡൻസും ധാതുക്കളും അടങ്ങിയ കരിക്കിൻ വെള്ളം പല രോഗങ്ങളും ഭേദമാക്കാനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ ചില അസുഖങ്ങളായിട്ട് പോകുമ്പോൾ ഡോക്ടർമാർ തന്നെ പറയുന്നതാണ് കരിക്കിൻ വെള്ളം കുടിക്കാൻ. 7 ദിവസം തുടർച്ചയായിട്ട് കരിക്കിൻ വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യകരമായ ഏറെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വായിച്ചറിഞ്ഞതാണേ. അതായത് നമ്മുടെ സ്കിൻ നല്ലതുപോലെ ഗ്ലോ ആകുന്നത് മുതൽ അകമേയുള്ള അവയവങ്ങളുടെ ശുദ്ധീകരണം വരെ ഈ 7 ദിവസത്തെ കരിക്കിൻ വെള്ളത്തിലെ ഉപയോഗത്തിലൂടെ സാധ്യമാകും എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് ദിവസം ഒരു കരിക്ക് അത്രയും മതിയേ. ഇനി ഹെൽമിലോഡിലെ ചേച്ചി പറഞ്ഞെന്നും പറഞ്ഞ് കരിക്ക് നല്ലതാന്ന് കേട്ടിട്ട് ഒരു കൺട്രോൾ ഇല്ലാതെ കുടിച്ചിട്ട് ഇല്ലാത്ത അസുഖമൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. അധികമായാൽ അമൃതും വിഷം. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ ആ സമയത്ത് ഉണ്ടാകുന്ന മലബന്ധം ഇല്ലാതാക്കാനും ഈ കരിക്കിൻ വെള്ളം ഏറ്റവും നല്ലതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ, അതുപോലെ തലവേദന ഇല്ലാതാക്കാൻ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഈ കരിക്കിൻ വെള്ളം ഒന്ന് കുടിച്ച് നോക്കിക്കേ, നല്ല മാറ്റം ഫീലാകും. അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോലൈറ്റുകൾ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇത് ശരീരത്തിന് ഉന്മേഷം വീണ്ടെടുക്കും. ഇതുവഴി മനസ്സിൻ്റെ ഭാരമൊക്കെ കുറയുകയും ഒരു ഉന്മേഷമൊക്കെ നമുക്ക് അനുഭവപ്പെടും. തൈറോയിഡിൻ്റെ കുറവ് പരിഹരിക്കാൻ മികച്ചതാണ് ഈ കരിക്കിൻ വെള്ളം. തൈറോയ്ഡ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ പ്രവർത്തനം നല്ല രീതിയിലാക്കുന്നതിനും ഈ കരിക്കിൻ വെള്ളം സഹായിക്കും. നമ്മുടെ കിഡ്നി ശുദ്ധീകരിക്കാൻ, അതുപോലെ മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ, മൂത്രം കടന്നു പോകുന്ന ധമനികളും ബ്ലാഡറും ഒക്കെ ശുദ്ധീകരിക്കാൻ ഇത് നല്ലതാണ്. ഇതിലെ പൊട്ടാസ്യം, മഗ്നീഷ്യം, മിനറൽ എന്നിവയൊക്കെയാണ് ഇതിന് സഹായിക്കുന്നത്. നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ, അതുപോലെ മോണസംബന്ധമായ അസുഖങ്ങൾ മുതൽ ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ വന്ന ശേഷം നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളില്ലേ അതിനെ വരെ നശിപ്പിക്കാൻ ഈ കരിക്കിൻ വെള്ളത്തിന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ, അതായത് വെയിറ്റ് കുറയ്ക്കാൻ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒക്കെ ഇത് നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കും. വിശപ്പ് കൃത്യമാകാനും അനാവശ്യമായ കൊഴുപ്പ് ഇല്ലാതാക്കാനും ഇത് സഹായിക്കും. എല്ലാത്തിലും ഉപരി വരണ്ട ചർമ്മമാണെങ്കിൽ അത് നേരെയാക്കാനും മുഖത്തെ ചുളിവുകളൊക്കെ ഇല്ലാതാക്കാനും മുഖക്കുരു മാറ്റാനും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ കരിക്കിൻ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇതുവരെ കരിക്കിൻ വെള്ളത്തെ നിസാരമായി കണ്ടവർ ഇനി മുതൽ ഇതിൻ്റെ ഗുണം മനസ്സിലാക്കി തന്നെ കുടിച്ചോളൂ. എന്നും പറ്റില്ല എങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് കുടിക്കാൻ ശ്രമിക്കാം, അല്ലേ? നാട്ടിൽ തെങ്ങൊക്കെ ഉള്ളവരാണെങ്കിൽ എന്നും കുടിക്കാനൊക്കെ പറ്റും. ഇതിപ്പം പൈസ കൊടുത്ത് മേടിക്കുന്നവർക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും മേടിച്ച് കുടിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇട ദിവസങ്ങളിലൊക്കെ കുടിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.